ഹായ് ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് ദർശു. അപ്പോൾ നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ആ ദിവസത്തെ മോർണിംഗ് ആണ്. നമ്മളെപ്പോൾ എണീക്കണു, നമ്മളെങ്ങനെ എണീക്കണു, എനർജറ്റിക് ആയിട്ടാണോ അല്ലയോ, ക്ഷീണിച്ചിട്ടാണോ, മടി പിടിച്ചിട്ടാണോ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഹാപ്പിനെസ്സിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നേരത്തെ എണീക്കാൻ നോക്കുക. അത് നമ്മുടെ ആ ദിവസത്തിനെ എനർജറ്റിക് ആക്കും. അപ്പം ഞാൻ ഇന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിയിൽ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് പഠിച്ചത്. നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സയൻസിനും അതുപോലെ തന്നെ മാത്സിനും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യം. സയൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. ഇനി അതല്ല, സയൻസും മാത്സൊന്നും വലിയ പിടുത്തില്ലാത്തവർ ഉറപ്പായിട്ടും ആ ഭാഗം ഫോക്കസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. കാരണം നല്ലൊരു മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പഠിക്കുമ്പോൾ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആസ്പിരൻസിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ബിഗിനേഴ്സ് ചെയ്യേണ്ട കാര്യം, ഈ പറഞ്ഞ പോലെ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സ് ചെയ്യേണ്ട കാര്യം, സയൻസിനും മാത്സിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഞാൻ ഇന്ന് നോക്കിയ പോർഷൻ ലക്ഷ്യ റാങ്ക് ഫയലിൽ നിന്നാണ് കുറച്ച് പഠിച്ചത്. എൻ്റെ കയ്യിൽ ഉള്ളത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. അതുകൊണ്ട് ഞാൻ ആ റാങ്ക് ഫയൽ നോക്കിയിട്ട് ആ ടോപ്പിക് ഒന്ന് വായിച്ചു വിട്ടു. നേരത്തെ പഠിച്ചതാണ്, എന്നിരുന്നാലും നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എത്ര എളുപ്പമുള്ള ടോപ്പിക്കാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ റാങ്ക് ഫയലിൽ നോക്കിയിട്ട് ആ പോർഷൻസ് ഒന്ന് വായിച്ചു വിട്ടു. റാങ്ക് ഫയലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ SCERT ബുക്കാണല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലക്ഷ്യയുടെ തന്നെ സ്കൂൾ ടൈം എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. SCERT ക്യാപ്സ്യൂളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് അതായത് എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെയും ഉള്ള 2 ചാപ്റ്റേഴ്സിലാണ് ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്. ഞാൻ ആ 2 ചാപ്റ്റേഴ്സ് നോക്കി പഠിച്ചു. നമ്മുടെ റാങ്ക് ഫയലിൽ ഇല്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ ആ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടി. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരുപാട് പോയിൻറ്റ്സ് ആ ബുക്കിനകത്ത് നിന്നുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാങ്ക് ഫയലും അതുപോലെ തന്നെ SCERTൻ്റെ ബുക്കും അങ്ങനെയുള്ള ബുക്സൊക്കെ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ കാണാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരതിലിപ്പോൾ ഏതൊരു ടീച്ചറിൻ്റെ ആണെങ്കിലും ക്ലാസ്സിൽ അവർ യൂട്യൂബ് ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് PYQs ഏതാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് ഏതാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് നമ്മളൊന്ന് എക്സ്ട്രാ നോട്ട് ചെയ്ത് പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ട് ആ ടോപ്പിക് ഏതാണോ, നമ്മൾ അന്ന് പഠിക്കുന്ന ടോപ്പിക് ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ക്ലാസ്സുകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളും അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. അതുകൂടാതെ പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഞാനത് സെപ്പറേറ്റ് നോട്ടിലോ അല്ലെങ്കിൽ കുഞ്ഞ് പേപ്പറിലൊക്കെ ആക്കിയിട്ട് കുഞ്ഞ് പേപ്പറിൽ എഴുതിയിട്ട് റാങ്ക് ഫയലിൽ ഏത് പേജാണോ അതിൻ്റെ അടുത്ത് പിൻ ചെയ്ത് വയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് നോക്കിയിട്ട് എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടുമ്പോൾ സെപ്പറേറ്റ് നോട്ടിൽ ടോപ്പിക് വൈസ് നോട്ടിൽ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിലാക്കിയിട്ട് റാങ്ക് ഫയലിൽ വയ്ക്കും. അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ സമയം കളയേണ്ട, പഠിക്കാൻ തുടങ്ങിക്കോളൂ.